പെട്ടെന്ന് പുറകിൽ നിന്ന് അനിരുദ്ധിന്റെ ശബ്ദമുയർന്നു. ശിവയും വൈഭവും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ഞാൻ പോകാൻ വെച്ചു. കെട്ടുകാരൻ ഞാനല്ലേ? അപ്പോ ആ അച്ഛന്റെ മുന്നിൽ ചെല്ലേണ്ടത് ഞാനാ. അതുപോലെ എന്റെ പെണ്ണിനെയും എനിക്ക് കാണാടോ. മാപ്പ് പറയണം എനിക്ക് അവളോട്. ശബ്ദം ഇടറി പറയുന്ന അനിയെ കാണെ വല്ലാണ്ടായി ശിവയും വൈഭവും. കേട്ടാ, കേട്ടന് തോന്നുന്നുണ്ടോ അതത്ര ഈസിയാണെന്ന്? ഒരിക്കലുമല്ല. 6 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ചിത്തുവിനെ കിട്ടുമ്പോൾ ജീവനുള്ള ഒരു ശരീരം മാത്രമായിരുന്നു അവൾ. അത് കഴിഞ്ഞ് മരുന്നും മന്ത്രവുമൊക്കെയായി അവളെ ഇപ്പോൾ കാണുന്ന ചൈത്രയിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാനും അച്ഛനും. എന്നെയും അവളെയും അച്ഛന് ഒരുപോലെയാ. ആ അച്ഛൻ്റെ അരികെ ചെന്ന് നിങ്ങളുടെ മകളെ സ്നേഹിച്ചു, ചതിച്ചു, അവളുടെ ജീവിതം നശിപ്പിച്ചു, അവളെ ഒരു മുഴുഭ്രാന്തിയാക്കിയത് ഞാനാണെന്ന് എങ്ങനെ പറയും ഏട്ടൻ? വിറയ്ക്കുന്ന മുഖത്തോടെ അവനോട് അത് ചോദിക്കുമ്പോൾ ശിവയിൽ തെല്ലു ദേഷ്യവും ഉണ്ടായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചിത്തുവിനെ പറ്റി പറയുമ്പോൾ ചില സമയം നിയന്ത്രണം നഷ്ടമാവും ശിവയുടെയും. അത് കേൾക്കെ അനിയുടെ മുഖം കുനിഞ്ഞു. ഏട്ടാ, ശിവ പറയുന്നതിൽ കാര്യമുണ്ട്. എടുത്തു ചാടി ചെന്ന് ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാനും ശിവയും കൂടി ആദ്യം അങ്കിളിനോട് സംസാരിക്കാം. ഏട്ടൻ അതുവരെ ക്ഷമിക്കേ. അനിയുടെ തോളിൽ പിടിച്ചു വൈഭവ് പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. ഏട്ടൻ പോയി കിടക്ക്. വൈഭവ് വീണ്ടും പറഞ്ഞതും അവനെയും ശിവയെയും ഒന്ന് നോക്കിയിട്ട് അനി റൂമിൽ നിന്നിറങ്ങിപ്പോയി. ഞാൻ ഇതുവരെ ചിത്തുവിനോട് പോലും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഏട്ടനാണ് അനിരുദ്ധെന്ന്. അങ്ങനെയുള്ളപ്പോൾ ചാടിക്കയറി വല്യേട്ടൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ചിത്തുവിന് വീണ്ടും ഒരു ഷോക്കാവും. അതാ ഞാൻ ഏട്ടനോട് അങ്ങനെ പറഞ്ഞേ. അനി പോയതും തന്നെ നോക്കിയ വൈഭവിനെ കണ്ട ശിവ പറഞ്ഞു. താൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് മനസ്സിലാവും അത്. ഒന്നുമില്ലേലും താൻ എൻ്റെ ഡമ്മി വൈഫല്ലേ. അവളുടെ മൂടൊന്ന് മാറ്റാൻ എന്നോണം കളിച്ചിരിയോടെ വൈഭവ് പറഞ്ഞതും ശിവയുടെ ചുണ്ടിൻ്റെ കോണും ഒന്ന് വിടർന്നു. അയ്യോ സിദ്ധുവേട്ടനോ? അയ്യോ സിദ്ധുവേട്ടനല്ല, ഹായ് സിദ്ധുവേട്ടനോ എന്ന് പറയണം. ഞെട്ടലോടെ വാ പൊളിച്ചു പറഞ്ഞ് ആരതിയെ തിരുത്തി അപ്പു. അപ്പുവിൻ്റെയും സിദ്ധുവിൻ്റെയും രാവിലത്തെ ഷോ കണ്ടത് ആരതിയും ആദിയുമായിരുന്നു. അതിനെപ്പറ്റി പെണ്ണിനോട് ചോദിക്കാൻ അവളുടെ മുറിയിൽ കയറിയൊക്കെയാണ് രണ്ടെണ്ണവും. എടി പോത്തെ, സിദ്ധുവേട്ടന് വയസ്സ് എത്രയുണ്ടെന്ന് അറിയോ നിനക്ക്? നിന്നേലും എത്ര മൂത്തതായ ഏട്ടൻ? ആ ഏട്ടനെയാണോ മോളി കയറി പ്രേമിക്കുന്നേ? ആദി ചോദിച്ചു. മൂത്തവരെ പ്രേമിച്ചാൽ എന്താ കുഴപ്പം? നീയും നിന്നെക്കാളും മൂത്തയാളെയല്ലേ ലൈനടിക്കുന്നേ? ആദ്യം അവളോട് ചോദിച്ചു തീരും മുന്നേ എടുത്തു വെച്ചതുപോലെ പെണ്ണ് അവനെ കൂർപ്പിച്ചു നോക്കി ചോദിച്ചു. ഏ ആദി, നീ ഏത് ചേച്ചിയെ പ്രേമിക്കുന്നേ? അപ്പോൾ പറയുന്നത് കേട്ട് ഞെട്ടിയ ആരതി ആദിയോട് ചോദിച്ചതും ആദി ചതിച്ചല്ലോടി പോത്തെ എന്നൊരു എക്സ്പ്രഷൻ ഇട്ട് അപ്പുവിനെ തുറച്ചു നോക്കി. സോറി ബ്രോ. ആദിയുടെ നോട്ടം കണ്ട അപ്പു വലിച്ച മുഖത്തോടെ പയ്യെ ചുണ്ടുകൊണ്ട് അവനെ കാണിച്ചു. ആദിക്ക് ആരതിയോട്ടുള്ള പ്രേമം ഇപ്പോഴും ഒൺസൈഡാണല്ലോ. ആ അത് അതാരോ? ഈ പെണ്ണിനെ നിനക്കറിയില്ലേടി. വായ പോയ കോടാലിയാ ഇവള്. ഒരു വാദമുണ്ടായാൽ ജയിക്കാൻ വേണ്ടി ഈ പെണ്ണ് വെറുതെ പറയുന്നതാ അത്. തപ്പിത്തടഞ്ഞ് എങ്ങനെയൊക്കെയോ അവൻ ആരതിയോട് പറഞ്ഞു. പെണ്ണത് വിശ്വസിക്കുകയും ചെയ്തു. ദേ, ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരോടും കൂടെ പറയുക. നിങ്ങൾ അറിഞ്ഞതറിഞ്ഞു. എൻ്റെയും സിദ്ധുവേട്ടൻ്റെയും കാര്യം വേറെ ആരും അറിയരുത്, കേട്ടല്ലോ? പിന്നെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് 16 മടക്കി പോക്കറ്റിൽ വെച്ചോ. സിദ്ധുവേട്ടനെ ഈ അപ്പുവിൻ്റെ നെഞ്ചിലായി ഇരിക്കുന്നത്. ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ. അങ്ങേരെയും കൊണ്ടേ ഞാൻ പോവും, കേട്ടല്ലോ? വാശിയോടെ പറയുന്ന അപ്പുവിനെ കാണെ വാത്സല്യം തോന്നി ആദിക്കും ആരതിക്കും. അവളുടെ ഈ വാശി പ്രായത്തിൻ്റെ ചാബല്യമല്ലെന്ന് ഇരുവർക്കും മനസ്സിലായി. എന്തായാലും നീ തീരുമാനിച്ചതല്ലേ, അതങ്ങനെ നടക്കട്ടെ കാന്താരി. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടുണ്ട്, അല്ലേ ആരു? ആദി അപ്പുവിനടുത്ത് ചെന്നവളുടെ തോളിൽ കൂടി കൈവിട്ട് ചേർത്ത് പിടിച്ചു ആരതിയെ നോക്കി ചോദിച്ചതും ആരതി ചിരിയോടെ പിന്നല്ലേ എന്ന് പറഞ്ഞ് തലയാട്ടി. അല്ലേടി കൂടപ്പറപ്പേ, നീ പുറകെ നടന്നിട്ട് അളിയും വീണോ? ഒരു 45% വീണു എന്നാ തോന്നുന്നേ. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടില്ലേ? ആ, ബാക്കി നോക്കണം, ഇനി സമയമുണ്ടല്ലോ. വെളിയോടെ പെണ്ണ് പറഞ്ഞതും ആദിയും ആരതിയും പൊട്ടിച്ചിരിച്ചു. കടൽക്കാറ്റേറ്റ് ആ പൂഴിമണ്ണിൽ ഇരിക്കുകയാണ് ശിവയും ചൈത്രയും. ഇതെത്ര നേരമായി പെണ്ണെ നീ ഈ കടലിൽ നോക്കിയിരിക്കുന്നേ? നിനക്കെന്താ പറ്റിയേ? ആർത്തുലയുന്ന തിരമാലകളെ നോക്കി തന്നെ ഇരിക്കുന്ന ശിവയെ കുലുക്കി വിളിച്ചു. ശിവ പതിയെ അവളെ നോക്കി. അനിയേട്ടൻ്റെ കാര്യം അവളോട് പറയാനാണ് അവൾ വന്നേ. വേറൊരാൾ പറഞ്ഞ് അറിയും മുന്നേ അവൾക്ക് തന്നെ ചിത്തുവിനോട് പറയണമെന്ന് തീരുമാനിച്ചിരുന്നു. ചിത്തു, എന്താടാ? ചിത്തു, വൈകിട്ട് ഡോക്ടറുടെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനെ കാണാൻ വരുന്നുണ്ട്. അതിനെന്താ, വരട്ടെ? അതല്ല ചിത്തു, അവർ വരുന്നത് അപ്പുവിൻ്റെയും ആദിയുടെയും ഏട്ടന് വേണ്ടി നിന്നെ പെണ്ണ് ചോദിക്കാനാ. കുറച്ചു മടിയോടെ ശിവ പറഞ്ഞതും ചൈത്ര ഞെട്ടലോടെ അവളെ നോക്കി. എന്നെ കല്യാണം ആലോചിക്കാനോ? എന്ത് ഭ്രാന്താ ശിവേ നീ പറയുന്നേ? എന്താടി ഇതൊക്കെ? ഞാൻ എങ്ങനെ? നിനക്കെല്ലാം അറിയുന്നതല്ലേ? പിന്നെ നീ എന്തായി പറയുന്നേ? ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റ് വല്ലാത്തൊരു തരം വെപ്രാളത്തോടെയും ആവലാതിയോടെയും ചൈത്ര അവളെ നോക്കി ചോദിച്ചുകൊണ്ടേയിരുന്നു. ചിത്തു, കാം ഡൗൺ. ഏയ്,
നീ ഇങ്ങനെ ടെൻഷനായില്ലേടി? ശിവയും ചാടി എഴുന്നേറ്റ് അവളെ പിടിച്ചുകൊണ്ട് ചൈത്രയ്ക്ക് പഴയ പോലെ വിഭ്രാന്തി വന്നു എന്ന് ശിവ ഒരു നിമിഷം പേടിച്ചു. നീ നീ എന്താടി അവരോട് പറയാതിരുന്നത്? ഞാൻ ഞാൻ എങ്ങനെ ആ വീട്ടിൽ ഞാൻ ഞാൻ എങ്ങനെ ഒരാളെ കല്യാണം കഴിക്കും? അയ്യോ, പറ്റില്ല എനിക്ക്. ഞാൻ ചീത്തയായതല്ലേ ശിവ, എനിക്ക് പറ്റില്ലടി അതിനൊന്നും. ശിവയെ പിടിച്ച് വാവിട്ട് കരയാൻ തുടങ്ങി ചൈത്ര. അത് കാണാൻ ശിവയുടെ നെഞ്ചു പൊട്ടി, അവളുടെ കണ്ണുകളും നിറഞ്ഞു. മോളെ, ഡീ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുന്നേ. വേണ്ട, നീ നീ ഒന്നും പറയണ്ട. ഞാൻ സേതു വെച്ചോട് പറഞ്ഞോളാം. ആ അച്ഛൻ ഞാൻ പറയുന്നത് മനസ്സിലാവും. പെട്ടെന്ന് ശിവയുടെ കൈകളിൽ നിന്ന് വിടുവിച്ചുകൊണ്ടവൾ വീട്ടിലേക്ക് പോകാനായി തിരിഞ്ഞത്. ചിത്തു, ഡോക്ടറുടെ ചേട്ടൻ മറ്റാരുമല്ലടാ, അത് അനിരുദ്ധ് വർമ്മയാണ്. നീ ജീവനിരുന്ന് സ്നേഹിച്ച നിന്റെ അനിയേട്ടൻ തന്നെയാണ് അത്. പെട്ടെന്ന് പുറകിൽ നിന്ന് ശിവ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. കൂരമ്പ് കണക്കെ ശിവയുടെ വാക്കുകൾ കാതിലേക്ക് പതിച്ചതും ചൈത്രയുടെ ഉള്ളും ഉടലും ഞെട്ടി. കാലുകൾ നിശ്ചലമായി നിന്നുപോയി അവൾ. എന്താ എന്താ നീ പറഞ്ഞേ? തിരിഞ്ഞു നിന്ന് ശിവയോട് ചോദിക്കുമ്പോൾ ചൈത്രയുടെ നിറഞ്ഞ മിഴികൾ കവിഞ്ഞൊഴുകിയിരുന്നു. നീ അന്ന് കണ്ടതല്ലേ മോളെ അവിടെ വീട്ടിൽ വെച്ച്? അതാ ഞാൻ പറയാറുള്ള ഡോക്ടറുടെ വല്യേട്ടൻ. അവൾക്കരികിലേക്ക് ചെന്നവളെ ചേർത്ത് പിടിച്ചു. അന്ന് അനിയെപ്പറ്റി വൈഭവിൽ നിന്ന് അറിഞ്ഞതും അനി അവളോട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞതുമൊക്കെ ശിവ ചൈത്രയോട് പറഞ്ഞു. കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകുന്ന നിശ്ചലമായ ഒരു പാവ കണക്കെ എല്ലാം കേട്ടിരുന്നു ചൈത്ര. ഡോക്ടറുടെ ഏട്ടനെ ഞാനൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചത് സത്യ. പക്ഷേ ശിവാമിക്ക് അന്ന് എന്നും വലുത് നീയാ ചിത്തു. രക്തബന്ധമില്ലാത്ത എൻ്റെ കൂടപ്പറപ്പാ നീ. എന്ത് റീസൺ പറഞ്ഞാലും നീ അനുഭവിച്ചത് മായ്ക്കാൻ പറ്റില്ലെന്നറിയാം. കുഞ്ഞിൻ്റെ കാര്യം അയാൾ അറിഞ്ഞോ? ശിവ പറഞ്ഞ് മുഴിക്ക് മുന്നേ ഉറച്ച ശബ്ദത്തോടെയുള്ള ചൈത്രയുടെ ചോദ്യം ഉയർന്നു. പറ ശിവ. ആ രാത്രി എൻ്റെ ശരീരത്തെ അയാൾ നശിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ തീരാവേദന പോലെ ഒരു ചാപിള്ളയും ഉണ്ടായിരുന്നെന്ന് അയാൾ അറിഞ്ഞോ എന്നാ ചോദിച്ചിരുന്നു. ചുവന്ന് നിറഞ്ഞ കണ്ണുകളിൽ കോപം കൊണ്ട് മൂടി വിറയ്ക്കുന്ന മുഖത്തൂടെ അവൾ അലറി ചോദിച്ചതും ശിവ നിറകണ്ണുകളാലെ അതേ എന്നു മൂളി. ചൈത്രയുടെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞ് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചു. അവൾ വെട്ടിത്തിരിഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയതും, മോളെ, നമ്മൾ വിചാരിച്ചതുപോലെയല്ല അങ്ങേട്ടൻ. നീ മരിച്ചെന്ന് കരുതി ഉരുകി ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം. ഏട്ടനും നിന്നെപ്പോലെ ഒരുപാട് വേദനിക്കുന്നുണ്ട് മോളെ. ചെയ്തുപോയ തെറ്റിന്റെ പേരിൽ ഒത്തിരി വേദനിക്കുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട് ഒരുപാട്. ശിവ പിറകിൽ നിന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും, ഓ, അപ്പോ പശ്ചാത്തപിച്ചാൽ നടന്നതൊക്കെ മാഞ്ഞു പോകുമോ? ഞാൻ വേദനിച്ചാൽ എൻ്റെ ആ കുഞ്ഞിനെ തിരികെ കിട്ടുമോ? ശിവയുടെ കൈ കുടഞ്ഞു മാറ്റി അളകുമ്പോൾ കണ്ണീരിനേക്കാളും കോപത്തിന്റെ വേദനയായിരുന്നു ചൈത്രയിൽ തെളിഞ്ഞു നിന്നത്. ശിവയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു അത്. ആ പെണ്ണ് അനുഭവിച്ച വേദനയുടെ ഒക്കെ ദൃക്സാക്ഷി ആയിരുന്നല്ലോ അവൾ. ശിവയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. ഇനിയുള്ള കാലം നിങ്ങൾ മതി ഈ ചൈത്രയ്ക്ക്. നീയും സേതുവച്ചനുമാ എൻ്റെ ലോകം. എന്നെ വെറുതെ വിടാൻ പറ മോളെ. ഇല്ലേൽ ഇനിയും മനസ്സ് കൈവിട്ട് വേദനിക്കാൻ നിൽക്കില്ല ഞാൻ. എല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കും. ശിവയെ നോക്കി അത്രയും കൂടി പറഞ്ഞിട്ട് തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു ചൈത്ര. അവളുടെ വാക്കുകൾ തീർത്ത മരവിപ്പിൽ വിറങ്ങലടിച്ചു നിന്നുപോയി ശിവ. സ്റ്റോപ്പ് ഇറ്റ്! വൈഭവിന്റെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് മീര ഉൾപ്പെടെ അവന് ചുറ്റും നിന്നവരെല്ലാം ഒന്ന് ഞെട്ടി. ഹോസ്പിറ്റലിൽ തൻ്റെ ക്യാബിന് മുന്നിലാണ് അവർ. HR-ഉം ആനന്ദും മീരയും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫും കുറച്ച് ഹെഡ് ഡോക്ടർമാരും ഉണ്ടായിരുന്നു അവിടെ. അവൻ്റെ അലർച്ച കേട്ട് കുറച്ച് നേഴ്സുമാരും അവിടെ മാറി നിന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. 2 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്ന് മാറിയപ്പോൾ ഇവിടുത്തെ ഫീസിൽ ഇത്രയും ചേഞ്ചസ് വരുത്താൻ നിനക്കൊക്കെ ആരാ അധികാരം തന്നത്? പറയടോ. വൈഭവിന് മുന്നിൽ നിൽക്കുന്ന HR രാമേന്ദ്രനെ നോക്കി അലറിയതും അയാൾ പേടിയോടെ അടുത്ത് നിൽക്കുന്ന ആനന്ദിനെയും മീരയെയും ഒന്ന് നോക്കി. രാമേന്ദ്ര, തൻ്റെ ബോസ് ഞാനാ. യു ഷുഡ് ആൻസർ മീ. അയാൾക്കടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്ന് അവൻ പറഞ്ഞു. അത് ആനന്ദ് സാർ പറഞ്ഞിട്ടാ. അവൻ ഊഹിച്ചതുപോലെ രാമേന്ദ്രൻ പയ്യെ പറഞ്ഞതും വൈഭവിന്റെ നോട്ടം ആനന്ദിലേക്ക് നീണ്ടു. ഞാനൊന്ന് മാറിയപ്പോൾ മുതലാളി കളിക്കാൻ നോക്കിയതാണോ ഡോക്ടർ ആനന്ദ്? അത് ഞാൻ ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടി. പുച്ഛത്തോടെ വൈഭവ് ചോദിച്ചതും ആനന്ദ് പയ്യെ തപ്പി പറഞ്ഞു. ക്രെഡിബിലിറ്റി? സ്വന്തമായി അങ്ങനെ തീരുമാനമെടുക്കാനായിട്ട് ഇത് നിന്റെ അപ്പൻ ഉണ്ടാക്കിയതാണോടോ? അടുത്ത നിമിഷം ഒരൊറ്റ അലർച്ച ആയിരുന്നു വൈഭവ്. വിളറി വിയർത്തു ആനന്ദ് നിന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വൈഭവ് അങ്ങനെ ചോദിച്ചത് അവന് വല്ലാത്തൊരു നാണക്കേട് പോലെയായി തോന്നി. അവൻ്റെ മുഖം കുനിഞ്ഞു. ഭർത്താവ് അങ്ങനെ നിൽക്കുന്നത് കണ്ട മീരയ്ക്കും അത് വലിയ നാണക്കേടായിരുന്നു. മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്ന ആനന്ദിനെ കണ്ടതും വൈഭവിന് ദേഷ്യം ഉച്ചസ്ഥായിലായി. എല്ലാം ചെയ്തു വെച്ചിട്ട് നിന്റെ വായിലെന്താ പഴം കയറ്റി വെച്ചേക്കാണോ? ആൻസർ മീ ഡാമിറ്റ്! ആനന്ദിന്റെ നേരെ കലിച്ചുകൊണ്ടവൻ വീണ്ടും ചെന്നത്. ഡോക്ടറെ! പിറകിൽ നിന്നൊരു വിളി അവനെ തേടിയെത്തി. ആ ശബ്ദത്തിന്റെ ഉടമയെ മനസ്സിലായ നിമിഷം കോപം കൊണ്ട് നിറഞ്ഞ അവന്റെ പൂച്ചക്കണ്ണുകൾ ഒന്ന് വിടർന്നു.
അവൻ തിരിഞ്ഞു നോക്കിയ നിമിഷം ഓടി വന്നവൾ ഇരു കൈകളും കൊണ്ടവനെ പൊതിഞ്ഞു അവനെ വട്ടം കെട്ടിപ്പിടിച്ചിരുന്നു. ആ നിമിഷം ശ്വാസം പോലും വെളിയിൽ വരാതെ വിറങ്ങലിച്ചു നിന്നുപോയി വൈഭവ്. ശിവയുടെ കൈകൾ അവനുമേൽ ഇറങ്ങി. അവളുടെ ചൂട്, അവളുടെ സുഗന്ധം എല്ലാം അവനിൽ വേറൊരു അനുഭൂതി ഉണ്ടാക്കി. അറിയാതെ തന്നെ ചുണ്ടിൻ്റെ മുകളിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ്റെ ഇരു കൈകളും അവളെ തിരികെ പുണർന്നു. ഇരച്ചു വന്ന കോപവും ഇത്രയും നേരം മുന്നിൽ നിന്നവരും ഒന്നും അവനപ്പോൾ കണ്ണിൽപ്പെട്ടില്ല. തൻ്റെ കൈക്കുള്ളിൽ ചേർന്നിരിക്കുന്നവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവ. അത്രയും പതി അവൾക്ക് നേരെ മുഖം താഴ്ത്തി അവൻ വിളിച്ചതും ശിവ ഒന്ന് ഏങ്ങി. ശിവ. ഏയ്. അവൾ കരയുകയാണെന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് ടെൻഷനോടെ അവളെ വിളിച്ചു. എന്നാൽ അവൻ്റെ നെഞ്ചിൽ നിന്ന് ഒന്ന് മുഖമുയർത്തി നോക്കിയതുപോലുമില്ല ശിവ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ എല്ലാവരും അവരുടെ ഡ്യൂട്ടി നോക്ക്. മുൻപിൽ കൂടി നിൽക്കുന്നവരെയെല്ലാം ഗൗരവത്തിൽ നോക്കി അത്രയും പറഞ്ഞിട്ട് വൈഭവ് ശിവയും പിടിച്ചുകൊണ്ട് തൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. അവിടെ കൂടി നിന്നവരെല്ലാം വായും പൊളിച്ച് ആ കാഴ്ച നോക്കി നിന്നു. ഞൊടി നേരം കൊണ്ട് മാറി മറിഞ്ഞ വൈഭവിൻ്റെ മാറ്റം, ആ മുഖം അവർക്കെല്ലാം പുതുമയായിരുന്നു. എൻ്റെ ദൈവമേ, നീ കണ്ടോടി നമ്മുടെ ഡോക്ടറുടെ ഭാവം. നിമിഷ നേരം കൊണ്ടല്ലേ ചെറുത്താനിൽ നിന്ന് കാമുകനായത്. കാമുകനല്ലടി, ഭർത്താവ്. താലി കെട്ടിയ പെണ്ണിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അത്. എന്തായാലും ഡോക്ടർക്ക് കിട്ടിയ കുട്ടി നല്ല ഒന്നാന്തരമാ. രണ്ട് ലേഡി ഡോക്ടർമാർ പരസ്പരം സംസാരിച്ചുകൊണ്ട് മീരയെ മറികടന്നു പോയി. ഒന്നാതെ പെട്ടെന്നുള്ള ശിവയുടെ നീക്കം കണ്ട് അസൂയയെടുത്ത് നിന്ന മീര അതുകൂടി കേട്ടതും ടെമ്പർ തെറ്റി അവളുടെ ഉള്ളിൽ ശിവയോടുള്ള വെറുപ്പ് അധികരിക്കാൻ തുടങ്ങി. ഓ, തൽക്കാലം ആ പെണ്ണ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലേ അവനിപ്പോൾ എന്നെ കൊന്നേനെ. ആനന്ദ് മീരയ്ക്ക് അടുത്ത് വന്നു നിന്ന് ആശ്വാസത്തോടെ പറഞ്ഞതും മീര അവനെ പുച്ഛത്തോടെ നോക്കി. ഛേ, ഇങ്ങനെ നട്ടലില്ലാത്ത ഒരുത്തൻ. ഇതുപോലെ ഒരുത്തനെയാണല്ലോ എനിക്ക് കിട്ടിയത്. നാശം. അവനെ നോക്കി അരിച്ചത്തിൽ പറഞ്ഞത് മീര അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞു പോയി. അപമാനിതനായ ആനന്ദ് മീര പറഞ്ഞത് ആരെങ്കിലും കേട്ടോ എന്ന് ചുറ്റും നോക്കി. എന്താടോ, എന്താ ശിവ തനിക്ക് പറ്റിയേ? ക്യാമ്പിലെത്തിയതും തൻ്റെ നെഞ്ചിൽ മുഖം പൊത്തി കിടക്കുന്നവളെ പിടിച്ചു മാറ്റി വൈഭവ് ചോദിച്ചതും ശിവ കരഞ്ഞുകൊണ്ട് അവളും ചൈത്രയും തമ്മിലുണ്ടായ സംസാരം മുഴുവനും പറഞ്ഞു. എനിക്ക് പറ്റില്ല ഡോക്ടറെ. എൻ്റെ ചിത്തുവിനോട് വലിയേട്ടന് വേണ്ടി സംസാരിക്കാനോ നിർബന്ധിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് സഹിച്ചില്ല എൻ്റെ ചിത്തുവിൻ്റെ കരച്ചിൽ. അവൾ പറയുന്നത് ശരിയാ. അവൾ അനുഭവിച്ച വേദന അതങ്ങനെ ഒരു മാപ്പിൽ തേഞ്ഞു പോവില്ല. ശിവ ഏങ്ങി കരഞ്ഞു പറഞ്ഞു. മുറിപ്പാടുകൾ അങ്ങനെ തേഞ്ഞു പോയില്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയുള്ള മരുന്നല്ലേടോ കൊടുക്കേണ്ടത്? താൻ തന്നെ പറഞ്ഞില്ലേ ചൈത്രയുടെ ആ വേദനയ്ക്കുള്ള മരുന്ന് ഏട്ടനാണെന്ന്. ശരിയാ, പക്ഷേ ഏട്ടനുമായി വീണ്ടും ഒരു ബന്ധത്തിലേക്ക് അവളെ നിർബന്ധിക്കാൻ നമുക്കാവില്ല. അവളായിട്ട് സമ്മതിക്കാതെ എനിക്കും ഇതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല. കണ്ണുകൾ ആഞ്ഞു തുടച്ച് ശിവ പറഞ്ഞതും അവനെന്ന് മൂളി. ശരിയാണ്, ശരിയും ന്യായവുമെല്ലാം ചൈത്രയുടെ ഭാഗത്താണ്. മാത്രമല്ല ചൈത്രയുടെ കാര്യത്തിൽ ഇനിയും ശിവയെ അനുനയിപ്പിക്കാൻ പറ്റില്ല. താൻ വിഷമിക്കാതല്ലോടോ. ഏട്ടൻ്റെയും ചൈത്രയുടെയും കാര്യത്തിൽ നമുക്ക് വേറൊരു വഴി കാണാമെന്നേ. താൻ ആദ്യം എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് ശരിക്ക് കഴുകുക. എൻ്റെ ഷർട്ടിൽ പറ്റിയ ആ കൺമഷിയുടെ ബാക്കി നല്ലതുപോലെ പടർന്നു കിടപ്പുണ്ട് മുഖത്ത്. തൻ്റെ ഷർട്ട് ഒന്ന് തട്ടി ചെറുചിരിയോടെ അവൻ പറഞ്ഞപ്പോഴാണ് ശിവ ഞെട്ടി നോക്കിയത്. വൈഭവിൻ്റെ വൈറ്റ് കളർ ഷർട്ടിൽ കോട്ടിൽ അവളുടെ കണ്ണീരും കൺമഷിയും ഒക്കെ പറ്റിയിട്ടുണ്ട്. അയ്യോ, അത് സോറി. ഞാൻ പെട്ടെന്ന് എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. സങ്കടം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കാണാനാ തോന്നി. സോറി. ചമ്മിയ മുഖത്തോടെ ശിവ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. ഏയ്, ഇറ്റ്സ് ഫൈൻ. കഴുകിയാൽ പോകുമായിരിക്കും. ഇപ്പം കഴുകിത്തരാൻ ഡമ്മിയാണെങ്കിലും എനിക്കൊരു ഭാര്യയുണ്ടല്ലോ. ഭാര്യയുള്ളത് ശരിയാ, പക്ഷേ കറ പറ്റിയത് ഉടനെ കഴുകിയില്ലെങ്കിൽ അത് പോവില്ല. ആ ഷർട്ടിന് തന്നെ ഞാൻ കൈയോടെ ആ ഭാഗത്തെ കറ കളയാം. വേണ്ടടി, എൻ്റെ കയ്യിലിപ്പോൾ വേറെ ഷർട്ടില്ല. അതിനെന്താ, ഇത് ഒരിക്കോ. നിങ്ങൾ ഈ ഷർട്ട് ഒരുത്തുന്ന കാണാനായിട്ട് ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഞാനല്ലേ ഉള്ളൂ. ഞാനാണ് ഈ ബോഡി നേരത്തെ കണ്ടിട്ടുള്ളതുവാ. എന്താ പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. ആ ഷർട്ട് വേഗം ഊരിത്താടോ ഡോക്ടറെ. പെണ്ണിൻ്റെ ചുണ്ട് കൂർത്ത് വരുന്നത് കാണെ ചിരി വന്നു അവന്. ഷർട്ട് ഊരി അവളുടെ കയ്യിലേക്ക് കൊടുത്തതും അവൾ അതുമായി അവൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കയറി. കറ പറ്റിയ ഭാഗം നന്നായി കഴുകി കൈകൊണ്ട് നന്നായി ഉരച്ചെടുത്തു ശിവ. പിന്നെ ഷർട്ട് വീശി കുറച്ച് സമയമെടുത്തു അത് ഉണങ്ങി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. വൈഭവ് അപ്പോൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു. കൽക്കട്ടയിലെ കോളേജിൽ നിന്ന് അവരുടെ പഴയ ഡീറ്റെയിൽസ് കൂടി എടുക്കുക. പിന്നെ അവൻ ഫോണിൽ കൂടി സംസാരിച്ചു കൊണ്ടിരുന്നതുമാണ് ശിവ ഇറങ്ങി വന്നത് കാണെ. പിന്നെ ഒന്നുമില്ല. ഐ വിൽ കാൾ യു ബാക്ക് എന്ന് പറഞ്ഞ് അവൻ വേഗം കോൾ കട്ട് ചെയ്തു. ദാ ഇട്ടോ. അവൾ ഷർട്ട് അവൻ്റെ നേരെ നീട്ടിയതും അവനത് വാങ്ങിയിട്ടു. ആ ശിവ, സേതു അങ്കിൾ കൊൽക്കട്ടയിലെ യൂണിവേഴ്സിറ്റിയിലല്ലേ പഠിച്ചേ? അതെ. എങ്ങനെ അറിഞ്ഞു? അവൾ അതിശയത്തോടെ ചോദിച്ചു. അത് അന്ന് അങ്കിളുമായി സംസാരിച്ചപ്പോൾ അങ്കിൾ തന്നെ പറഞ്ഞതാ. ഓ, അച്ഛ MA പഠിച്ചത് അവിടെയായിരുന്നു. കംപ്ലീറ്റ് ആക്കിയില്ല. പിന്നെയാ നാട്ടിലേക്ക് വന്നേ. അവൾ വീണ്ടും പറഞ്ഞതും എന്തോ ഓർത്തുകൊണ്ട് അവനൊന്നും മൂളി. നവസിൽ പോയി തിരികെ വന്ന അച്ഛനെയും
അമ്മയെയും കണ്ട വാമിക ഓടി അവർക്കടുത്തേക്ക് ചെന്നു. ആകാംക്ഷയോടെ വാമിക അമ്മയെ തന്നെ നോക്കിയതും. ഇല്ല മോളെ, ചൈത്ര മോള് കല്യാണത്തിന് സമ്മതിച്ചില്ല. വാമികയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ അംബികാമ്മ സങ്കടത്തോടെ അവളോട് പറഞ്ഞു. വാമികയുടെ മുഖം പാടി. കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ആദ്യം സേതു ഒരുപാട് എതിർത്തു. പിന്നെ ആലോചിച്ചു പറയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചൈത്ര മോള് വന്ന് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞത്. ഞങ്ങളോട് അധികം സംസാരിക്കാൻ കൂടി ആ കുട്ടി നിന്നില്ല. പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി. പെട്ടെന്ന് നമ്മൾ വന്ന് സംസാരിച്ചത് കൊണ്ടാ അങ്ങനെ. പിന്നെ മോളോട് സംസാരിച്ചിട്ട് പറയാമെന്ന് സേതു പറഞ്ഞു. എനിക്കെന്തോ ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ ദേഷ്യമുള്ളതുപോലെ തോന്നി. ആ കുട്ടി ഇനി കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. വിഷമത്തോടെ അംബികാമ്മ വീണ്ടും പറഞ്ഞതും വാമിക അവളുടെ കയ്യിൽ പിടിച്ച് എല്ലാം ശരിയാകുമെന്ന് കണ്ണുകൾ ചിമ്മി പറഞ്ഞു. അവരുടെ സംസാരമെല്ലാം കേട്ട് അവിടെ മാറി നിന്ന അനിയുടെ കണ്ണുകൾ വേദനയോടെ ചുവന്നു നിറഞ്ഞു. രാത്രി ഒരുപാട് വൈകിട്ട് ഉറക്കം വരാതെ നവസിന്റെ മുറ്റത്തെ സ്റ്റോൺ ബെഞ്ചിലിരിക്കുകയാണ് ചൈത്ര. പെട്ടെന്ന് വലിയ ഒച്ചയോടുകൂടി ഒരു കൊള്ളിയാനടിച്ചതും ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നവൾ ഞെട്ടിപ്പോയി. മഴക്കാറ്റ് നന്നായി അടിച്ചതും അവൾ എഴുന്നേറ്റ് പതിയെ അകത്തേക്ക് നടങ്ങാൻ തുടങ്ങിയതും. പെണ്ണെ, പിറകിൽ നിന്ന് ഏറെ പരിചയമുള്ള ഒരു വിളി അവളെ തേടിയെത്തി. ഒരിക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി കരുതിയ അവന്റെ ശബ്ദം കേട്ടതും നടുങ്ങിപ്പോയി ചൈത്ര.